ഹൃദയപൂർവ്വം സിനിമ ഹൃദയത്തിൽ പറഞ്ഞു നിൽക്കുവാണ്. ലാലേട്ടൻ സൂപ്പറായി. നമ്മൾ കുറേ നാളായിട്ട് മിസ് ചെയ്യുന്ന ലാലേട്ടൻ എന്നല്ല, കുറേ നാളായിട്ട് കാണാത്തൊരു ലാലേട്ടനെയും കൂടി കാണാൻ പറ്റുന്നുണ്ട്. ഓണത്തിന് ഏറ്റവും അടിപൊളിയായിട്ട് വന്ന് കാണാൻ പറ്റുന്ന പടം. നമ്മൾ പഴയ കാലത്ത് ലാലേട്ടൻ ശ്രീനിവാസൻ, ലാലേട്ടൻ ജഗതി ശ്രീകുമാർ, ആ ഒരു കോംബോ ഫീൽ ചെയ്യും. നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. ഫാമിലിക്കായിട്ട് വന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു കിടിലം പടമാണ്. മോഹൻലാലിന്റെ ഒരു പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ആസ് യൂഷ്വൽ കിടിലനാണോ? അത്ര ഇഷ്ടപ്പെട്ടു. അടിപൊളി. സത്യനന്ദിക്കാരൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഒക്കെ ഈ ലെവലിലോട്ട് എത്തുന്ന ഞാൻ ഒട്ടും വിചാരിച്ചില്ല. കാരണം ലാലേട്ടൻ എന്നും നമ്മൾ ലാലേട്ടനെ പോലെ നമുക്ക് ഒരു വേറെ ലെവൽ. തുടരും സിനിമയ്ക്ക് ശേഷം ഇപ്പോൾ ഇന്ന് പുറത്തിറങ്ങിയ മോഹൻലാലിൻ്റെ സിനിമയാണ് ഹൃദയപൂർവ്വം എന്നുള്ള സിനിമ. സത്യനന്ദിക്കാട് മോഹൻലാൽ കോംബോ നമുക്കറിയാവുന്നതാണ്. പണ്ടേ അവർ തമ്മിലുള്ള കോംബോ വളരെ ഗംഭീരമായിട്ടുള്ള ചിത്രങ്ങളാണ് നമുക്ക് സമ്മാനിച്ചത്. ഇന്നും നമ്മുടെ മനസ്സിൽ ഓർമ്മകളായിട്ട് അത് ഇന്നും തങ്ങി നിൽക്കുന്നുള്ള പല സിനിമകളുണ്ട്. പിന്നെ നമ്മളെ അമൽ ദേവീസും മോഹൻലാലും തമ്മിൽ നല്ലൊരു കോംബോ എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതായത് പണ്ട് ശ്രീനിവാസനും മോഹൻലാലും തമ്മിലുള്ള ഒരു ബോഡി ലാംഗ്വേജാണ് ഇപ്പോൾ രണ്ടുപേര്, അതായത് നമ്മുടെ അമൽ ദേവീസും മോഹൻലാലും അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ ഓണം മോഹൻലാൽ സിനിമ കൊണ്ടുപോകും എന്നൊക്കെയാണ് പറയുന്നത്. അറിയില്ല. എന്തായിരുന്നാലും എല്ലാവരും ഓണമൊക്കെ അല്ലേ, സിനിമ കാണുക. സിനിമ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം സസ്പെൻസ് പുറത്തു വിടുന്നത് മോശമല്ലേ. അപ്പോൾ സസ്പെൻസ് അതിൻ്റെ ത്രില്ലോട് കൂടി തന്നെ തിയേറ്ററുകളിൽ വന്ന് എല്ലാവരും സിനിമ കാണുക. നല്ല സിനിമയാണ്. നല്ല എൻഗേജിങ് ആണ്. ലാലേട്ടൻ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പടം ഒരു തരത്തിൽ ബോറടിക്കുന്നില്ല. ഭയങ്കര എൻഗേജിങ് ആണ്. നമ്മുടെ സത്യനന്ദിക്കാടിന്റെ ചിത്രം, അതും പ്രത്യേകിച്ച് മോഹൻലാലിന്റെ കൂട്ടുകെട്ടിൽ എന്ന് പറയുമ്പോൾ ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ടായിരിക്കും. ഒരു എക്സ്പെക്ടേഷൻ ഫുൾഫിൽ ചെയ്യാൻ പറ്റുമോ? ഉണ്ട്. നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. ഫാമിലിക്കായിട്ട് വന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു കിടിലം പടമാണ്. മോഹൻലാലിന്റെ ഒരു പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ആസ് യൂഷ്വൽ കിടിലനാണോ? അതെ. ലാലേക്ക് നല്ല അടിപൊളിയായിട്ടാണ്. പക്ഷേ നല്ല പെർഫോമൻസ് ആണ്. കുറച്ച് കോമഡി റിലേറ്റഡ് ആയിട്ടാണ് പുള്ളി ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. സംഗീതിന്റെ ആയിട്ടുള്ളൊരു കോംബോ ഒക്കെ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടായിരുന്നു സിനിമ? ഉണ്ടായിരുന്നു. ഓണം കളറാക്കിയിട്ടുണ്ട്. ലാലേട്ടൻ സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല ഹൃദയസ്പർശിയായ ഒരു കഥ. ഫാമിലി ഫൺ. നല്ല ഹൃദയസ്പർശിയായ സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. അമൽ ദേവീസിന്റെ എങ്ങനെയുണ്ട്? മോഹൻലാലോ നന്നായിട്ടുണ്ട്. ഫാമിലി കണ്ടിട്ട് അത്ര ഇഷ്ടപ്പെട്ടു. അടിപൊളി. സത്യനന്ദിക്കാരൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഒക്കെ ഈ ലെവലിലോട്ട് എത്തുന്ന ഞാൻ ഒട്ടും വിചാരിച്ചില്ല. കാരണം നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ചെയ്യാറില്ല, പക്ഷേ എങ്കിലും ഇത് അടിപൊളിയായിട്ടുണ്ട്. അമൽ ഡേവിസ് പ്രത്യേകിച്ച് പൊളിച്ചടുക്കി കളഞ്ഞ് നമ്മൾ വിചാരിച്ച പോലെയല്ല. അടിപൊളി പടമാണ്. കാരണം ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. അതുകൊണ്ടായിരിക്കും ഇത്ര ഇഷ്ടപ്പെട്ടത്. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. മനസ്സ് അത്രയും സന്തോഷത്തോടെയാണ് ഇറങ്ങിയത്. അതുകൊണ്ടാണ് പറയുന്നത് അടിപൊളി പടം. എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണണം, ഉറപ്പാണ്. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ട്. കാരണം പുള്ളിക്കാരൻ എല്ലാ പടത്തിലും വന്ന് നമ്മളെ ഞെട്ടിക്കേണ്ട ആവശ്യമില്ല. കാരണം പണ്ട് മുതലേ പുള്ളിക്കാരൻ അങ്ങനെ തന്നെയാണ്. അത് തന്നെയാണ് ഇപ്പോഴും കാഴ്ചിട്ടുള്ളത്. അടിപൊളി പെർഫോമൻസ് ആണ്. എല്ലാവരും അടിപൊളിയാണ്. അത്രയും സന്തോഷത്തോടെ ഇറങ്ങി വരികയാണ്. അടിപൊളി പടം. നല്ല കോമഡി ഉണ്ട്. അമൽ ഡേവിസ് എങ്ങനെയുണ്ട്? സംഗീതിന്റെ ഒരു കോംബോ ഒക്കെ എങ്ങനെ വർക്ക് ആയിട്ടുണ്ടോ ലാലേട്ടനായിട്ട്? നല്ല അടിപൊളി. പുതിയ ഇതായതുകൊണ്ട് നല്ല കാണാൻ നമ്മൾ കുറേ ചിരിച്ച്. നല്ല സിനിമയാണ്. ഹൃദയപൂർവ്വം സിനിമ ഹൃദയത്തിൽ പറഞ്ഞു നിൽക്കുവാണ്. ലാലേട്ടൻ സൂപ്പറായി. ഈ സിനിമ 1-2 തവണ കൂടെ കാണണമെന്നുണ്ട്. ഓരോ ഡയലോഗും ഓരോ സീനും മനസ്സിൽ ഹൃദയത്തിൽ തങ്ങി നിൽക്കാൻ വേണ്ടി കാണും. നല്ല സിനിമ. very ഹാപ്പിയാണ്. സത്യനന്ദിക്കാരൻ്റെ സിനിമ എല്ലാം നല്ല. ഇതും അത് തന്നെയാണ്. തികച്ചും വ്യത്യസ്തം നിറഞ്ഞ സിനിമയാണത്. പിന്നെ അതല്ല, ഞങ്ങൾ ഇനിയും പോകാൻ പോയി. എൻ്റെ മോനും ഞാനും കൂടി പോയി. ഇനി ഈ സിനിമ കാണും. 2ാം തവണ കാണുന്നുണ്ട്. ഓരോ സീനും മനസ്സിൽ അങ്ങനെ തങ്ങി നിൽക്കണം. നല്ല ഭാഗ്യം. വീട്ടിൽ ഒരുപാട് ടെൻഷനും വറീസായിട്ട് വരുന്നതാണ്. ഇത് കണ്ടപ്പം മനസ്സിന് ഭയങ്കര സന്തോഷം. ഇന്ന് സുഖമായിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റും. ഹൃദയപൂർവ്വം തന്നെയാണ്. കുടുംബ പ്രേക്ഷകർ കയറി ഇറങ്ങി നിരങ്ങും. അത്ര ഈ വർഷത്തെ ഏറ്റവും വലിയ വിജയമായി മാറി ഈ പടം. അമൽ ഡേവിസിന്റെ അഭിനയം എങ്ങനെയാണ്? അടിപൊളിയാണ്. സംഗീതം സംഗീതം ലാലേട്ടൻ കോംബോ അടിപൊളിയാണ്. കാരണം നമ്മൾ പഴയ കാലത്ത് ലാലേട്ടൻ ശ്രീനിവാസൻ, ലാലേട്ടൻ ജഗതി ശ്രീകുമാർ, ആ ഒരു കോംബോ ഫീൽ ചെയ്യും. കാരണം ആ ഒരു കെമിസ്ട്രി ഫീൽ ചെയ്യും. ലാലേട്ടൻ ആരെ കൂടെ എങ്ങനെ ഈസിയായിട്ട് ജെല്ലാവുന്ന ലാലേട്ടൻ തൂക്കും. ഇത് ലാലേട്ടൻ്റെ ഈ വർഷത്തെ ഹാട്രിക് വിജയമാണ്. ബ്ലോക്ക് ബസ്റ്ററാണ്. അടിപൊളി പടം. അവരുടെ സത്യനന്ദിക്കാട് ലാലേട്ടൻ്റെ ഹൃദയത്തിൽ നിന്ന് കൊണ്ടുവന്ന പടമാണ്. ഫ്രം ദ ഹാർട്ടാണ് ഹൃദയപൂർവ്വം. അടിപൊളി പടം. കോമഡിയാണ്. നല്ല കോമഡിയാണ്. എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇന്ന് കാണാൻ പറ്റിയ നല്ല കാസ്റ്റിംഗ് തന്നെയാണ്. നല്ല ലൊക്കേഷനും സത്യനന്ദിക്കാടിൻ്റെ ക്രാഫ്റ്റ് നമുക്ക് നല്ലോണം ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. എല്ലാവരും കുടുംബ പ്രേക്ഷകർക്കെല്ലാം ഇഷ്ടപ്പെടും. ഇപ്പോഴത്തെ നല്ലൊരു മെസ്സേജ് തന്നെയാണ് സിനിമ പാസ് ചെയ്യുന്നത്. സ്നേഹം എന്താണെന്നുള്ളതും കുടുംബം എന്താണെന്നും
നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. ലാലേട്ടൻ്റെ പഴയ ക്യാരക്ടേഴ്സുമായിട്ടൊന്നും റിസംബ്ലൻസ് തോന്നിക്കാത്ത തരത്തിലാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ കുറേ നാളായിട്ട് മിസ് ചെയ്യുന്ന ലാലേട്ടൻ എന്നല്ല, കുറേ നാളായിട്ട് കാണാത്തൊരു ലാലേട്ടനെയും കൂടി കാണാൻ പറ്റുന്നുണ്ട്. ഓണത്തിന് ഏറ്റവും അടിപൊളിയായിട്ട് വന്ന് കാണാൻ പറ്റുന്ന പടം, സൂപ്പറായിട്ട്. മോഹൻലാലിന്റെ ഫാമിലി തമാശയൊക്കെ കോമഡി എല്ലാം ഉണ്ട്. പഴയ മോഹൻലാലിന് തിരിച്ചു കിട്ടിയെന്നുള്ളത് അവതരിപ്പിച്ചിട്ടുണ്ട്. അമൽ ഡേവിസിന്റെ അഭിനയം, അമൽ ഡേവിസ് എന്ന് പറഞ്ഞാൽ നല്ല അഭിനയം തന്നെയാണ്. ഹൃദയപൂർവ്വം എന്ന സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ തൊട്ട് നമുക്ക് പറയാനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫാമിലിയായിട്ട് വന്ന് ഇരുന്ന് കണ്ട് നമുക്ക് ഇമോഷണൽ ആവുകയും ചെയ്യാം. ആ ഇമോഷണൽ നമുക്ക് വരികയാണെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ നമുക്കിരുന്ന് ചിരിക്കാനും നല്ല നല്ല കണ്ടൻറ്റുകളും അതുപോലെ തന്നെ ലാലേട്ടൻ്റെയും നമ്മുടെ സംഗീതമായിരുന്നാലും മാളവികയായിരുന്നാലും അവരുടെയൊക്കെ ആ ഒരു എന്താ പറയുക, ആ ഒരു അഭിനയത്തിൽ തന്നെ നമുക്ക് ഓരോ കണ്ടൻറ്റ് വരുമ്പോഴത്തേക്കും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറയുന്നത് ഓരോ കൗണ്ടർ കൊടുക്കുന്നതും വളരെ ഗംഭീരമായിരുന്നു. ലാലേട്ടൻ്റെ പിന്നെ നടന വിസ്മയമാണല്ലോ, അഭിനയത്തെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും ആ ഒരു പ്രായത്തിനൊത്തിട്ടുള്ള ഒരു എന്താ പറയാ, പഴയ മോഹൻലാലിനെ തിരിച്ചു കിട്ടിയെന്നാണ് പലരും അത് തുടരും സിനിമ വന്നപ്പോൾ തന്നെ അത് കിട്ടിക്കഴിഞ്ഞില്ലേ. പിന്നെ ലാലേട്ടൻ എന്നും നമ്മൾ ലാലേട്ടനെ പോലെ നമുക്ക് ഒരു വേറെ ലെവൽ ആയിട്ടുള്ള മോഹൻലാൽ നല്ല കോംബോ ആണെന്ന് പറയുന്നുണ്ടല്ലോ. അതെ അതെ അതെ, സത്യൻ അന്തിക്കാട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വന്ന് ഇപ്പോൾ എടുത്തതിന് ഒരു വലിയ ഒരു എന്താ പറയുക, ഒരു നല്ല സന്തോഷം. നല്ല നല്ല സിനിമകൾ ഇതാണൊക്കെ തരണം. കാര്യം എല്ലാ ഫാമിലിയും ഈ പടം വന്ന് കാണണം. നല്ല നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം. കാര്യം ചിരിച്ച് ഒരു വഴിയായി. ലാലേട്ടൻ്റെ കണ്ടന്റ് അതേപോലെ ഒരു ഗംഭീരമായിട്ടുള്ള കണ്ടന്റും ആയിരുന്നു. അടിപൊളി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ലാസ്റ്റ് മീര ജാസ്മിന് ഒരേ പൊളിയായിരുന്നു. ഹൃദയഭേദകമായ വേദന മാത്രമല്ല, ഹൃദയഭേദകമായി നമുക്ക് ഹൃദയപൂർവ്വം നമ്മളെ മനസ്സിൽ നമുക്ക് കയറ്റിയെടുക്കാം. പേരിന്റെ അതുപോലെ തന്നെയാണ്, പേരിന്റെ അതേപോലെ നല്ലൊരു പടമാണ്. നമുക്ക് ആസ്വദിച്ച് കാണാനുള്ള നല്ലൊരു പടമാണ്, നല്ലൊരു മൂവിയാണ്. സിനിമ കുഴപ്പമില്ല, പക്ഷെ ഒരു ഓൺ ടൈം വാച്ചബിളായിട്ട് ഉള്ളൊരു അനുഭവമായിരുന്നു എനിക്ക്. സിനിമയുടെ തുടക്കം മുതലേ ഒരു സിനിമയുടെ പ്ലോട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. ഒരു മുഷിപ്പില്ലാതെ തന്നെ ഫസ്റ്റ് ഹാഫ് കൊണ്ടുപോയിട്ടുണ്ട്, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോയി. സെക്കൻഡ് ഹാഫിൽ എത്തുമ്പോഴത്തേക്കും പ്ലോട്ട് അങ്ങനെ തന്നെ നിൽക്കുകയാണ്, കഥ മുന്നോട്ടൊന്നും പോകുന്നില്ല. പിന്നെ സിമ്പിളായിട്ടുള്ള ഒരു പ്ലോട്ടിൻ്റെ ഉള്ളിൽ തന്നെ കിടന്ന് കറങ്ങി അവസാനം അങ്ങനെ തന്നെ സിനിമ അവസാനിക്കുകയാണ്. പക്ഷേ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നല്ല രീതിയിൽ ആ ഒരു തിരക്കഥ ആണ് ഈ ഒരു സിനിമയുടെ ഒരു ബലം എന്ന് തന്നെ പറയാം. കാരണം പ്രത്യേകിച്ച് വേറൊന്നും ഓഫർ ചെയ്യാനില്ലെങ്കിലും പിന്നെ മോഹൻലാൽ ഫാൻസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കുറച്ച് എലമെൻസും കൂടെ അവസാനം അതും കൂടെ ഇല്ലായിരുന്നെങ്കിൽ പിന്നെയും ഒരു ഡൗൺ ആവുമായിരുന്നു. അപ്പം ആ ഒരു ഇതിൽ കൊണ്ടുപോയി കുഴപ്പമില്ലാതെ കൊണ്ടുപോയി ഒരു ഫീൽ ഗുഡ് ഇമോഷണൽ കണക്ട് ഉള്ള നല്ല രീതിയിൽ വർക്ക് ഒരു ജസ്റ്റ് ഒരു കണ്ടോണ്ടിരിക്കാം, ഇങ്ങനെ ഒരു മുഷിപ്പില്ലാതെ കണ്ടോണ്ടിരിക്കാം എന്നുള്ളൊരു ഇതായിട്ടാണ് പുള്ളിയാണ് ഒരു സിനിമയുടെ ഒരു ബാക്ക് ബോൺ എന്ന് തന്നെ പറയാം. നല്ല രീതിയിൽ പിടിച്ചുയർത്തുന്നുണ്ട്. അപ്പം തുടക്കത്തിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ട്രെയിലറിന് വലിയ ഇമ്പ്രസീവായിട്ട് തോന്നിയിട്ടില്ല. ഒരു ഓവർ ദ ടോപ്പ് കാരിക്കേച്ചർ അങ്ങനെയൊക്കെ എന്നാണ് തോന്നുന്നത്. പക്ഷെ അങ്ങനെയല്ല, നല്ല രീതിയിൽ പുള്ളി ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ അല്ല, നമ്മൾ ലോകയ്ക്ക് നല്ല മികച്ച അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോഴേ ഞാൻ അതിൽ എല്ലാം കൂടെ വരുമ്പം പിന്നെ നാളെ ഓടും കുതിര ചാടും കുതിര ഇറങ്ങുന്നുണ്ട്. അപ്പം ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട്. അപ്പം ഈ ഒരു ഫസ്റ്റ് ഷോ കൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഓണം വിന്നർ ആരായിരിക്കും. എല്ലാ സിനിമകളും കണ്ടിട്ടുള്ള അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. എനിക്ക് 100% ഉറപ്പുണ്ട്. ബാക്കി ഫിലിംസ് ഞാൻ കണ്ടില്ല, പക്ഷേ ഇതിന് ഒരുപാട് ഫാമിലി ഭയങ്കര എൻ്റർടൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഫാമിലി ഓഡിയൻസ് കയറാൻ നല്ല സ്കോപ്പുണ്ട്. പടം അടിപൊളിയായിട്ടുണ്ട്. ആസ് യൂഷ്വൽ പ്രതീക്ഷിച്ചതിനപ്പുറം അവരുടെ ആ ഒരു കോമ്പിനേഷൻ അടിപൊളിയായിട്ട് ത്രൂഔട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ആ ഒരു ഫണ്ണും എല്ലാ ഇമോഷൻസും ഒരുപോലെ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രതീക്ഷിക്കാത്ത കുറേ പേരുടെ ക്യാമിയോ ഉണ്ട്. സോ അടിപൊളിയായിരുന്നു പടം. അമൽ ഡേവിസ് ഒക്കെ എങ്ങനെയുണ്ട്? അമൽ ഡേവിസ് ആ പ്രേമല് കണ്ടിട്ട് ഇങ്ങനെ ലാലിൻ്റെ കൂടെ ഒക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ പ്രൗഡ് ഓഫ് ഹിം എന്നൊക്കെ പറയാം. പുള്ളിയുടെ ആക്ടിങ് ആയാലും എന്ത് റിയലിസ്റ്റിക് ആക്ടിങ് ആയിരുന്നു. അവരുടെ ആ ഒരു കോമ്പിനേഷൻ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. എല്ലാവരുടെ ക്യാരക്ടറും അവരുടെ ആ ഒരു എന്താ പറയുക ക്യാരക്ടറുടെ ഡെപ്ത് അനുസരിച്ച് എല്ലാവരും പ്ലേസ് ചെയ്തിട്ടും എല്ലാവരും അഭിനയിച്ചിട്ടുമുണ്ട്. പക്ഷേ എനിക്ക് എല്ലാ ഫ്രെയിംസിൽ നിന്ന് എടുത്ത് കാണുന്നത് അവരുടെ ആ ഒരു കോമ്പിനേഷൻ, അവരുടെ കൗണ്ടർ കോമഡീസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓണം മോഹൻലാലിന്റെ പടം കൊണ്ടുപോകും എനിക്ക് തോന്നുന്നു, ഹൃദയപൂർവ്വം കൊണ്ടുപോകുന്നു. സിനിമ എങ്ങനെയുണ്ട്? മോഹൻലാൽ സത്യൻ അന്തിക്കാടിന്റെ കോംബോ അത് കുറെ നല്ല പടം കാണാൻ പറ്റി. പിന്നെ എല്ലാവരും അഭിനയിച്ചു, എല്ലാവരും ആ കോംബോ ഒക്കെ അടിപൊളിയായിരുന്നു. അമൽ ഡേവിസ് ഒക്കെ അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് മോഹൻലാലേട്ടനും കൂടെ ചേർന്ന് കാണാത്തവരും കാണണമെന്നൊക്കെ അത്രയും വൺ ടൈം വാച്ച് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ സിനിമ, അങ്ങനെയാണോ? അങ്ങനെ ഇഷ്ടമുള്ള അത്യാവശ്യം നല്ല ഉണ്ട്. ഫാമിലി എന്റർടൈൻമെന്റ് ആണ്, പ്രത്യേകിച്ച് ഫാമിലി എന്റർടൈൻമെന്റ് പടമാണ്. കാരണം വലിയ പ്രശ്നം ഒരു ഇതുമില്ലാതെ കൂളായിട്ട് ഇന്ന് കാണാൻ പറ്റുന്ന ഓണം മോഹൻലാൽ തൂക്കുന്നതാണോ? ഇല്ല, എന്നാലും കൊള്ളാം, നല്ല സിനിമയാണ്. അത് വളരെ നന്നായിട്ടുണ്ട്, വളരെ വർക്കായിട്ടുണ്ട്. അതിൽ
ഉഗ്രൻ എന്ന് പറഞ്ഞാൽ പറയാൻ വാക്കുകളില്ല. ഹൃദയപൂർവ്വം തന്നെ നീതി പുലർത്തി കാരണം സൂപ്പറായിരുന്നു, ഉഗ്രനായിരുന്നു. എല്ലാ കാസ്റ്റിംഗ് അതിൽ ബേസിൽ ജോസഫിൻ്റെ മാത്രമാണ് എനിക്ക് വേണ്ടായിരുന്നു എന്ന് തോന്നിയത് ക്യാമിയോ റോള്. ബാക്കിയെല്ലാം ഉഗ്രനായിട്ട് നല്ല രീതിയിൽ തന്നെ സർപ്രൈസ് ഇല്ല. നമുക്കെല്ലാം എല്ലാം എന്തെന്ന് പറഞ്ഞാൽ ഒരു അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും 100% വർക്കായിട്ടുണ്ട്, ഇമോഷണലി വർക്കായിട്ടുണ്ട്. അവരെന്താണ് ആ പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെ സിനിമ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ട. കാരണം ഇങ്ങനെയുള്ള സിനിമ അന്യം നിന്ന് പോകുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള സിനിമ മലയാള തനിമ വിളിച്ചോതുന്ന മലയാളത്തിൻ്റെ കഥകൾക്ക് മലയാളത്തിൻ്റെതായിട്ടുള്ളൊരു രീതിയുണ്ട്. ആ രീതി സത്യൻ അന്തിക്കാട്, കമൽ സാർ അങ്ങനെയുള്ള കുറച്ച് ഡയറക്ടർമാരുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം കാരണം എന്തൊരു ക്രാഫ്റ്റാണ് ഒരു ഹിന്ദി പാട്ട്. ആ ഹിന്ദി പാട്ടിന് എനിക്ക് തോന്നിയത് മറ്റേ ഞാൻ പ്രകാശൻ എന്ന് പറയുന്ന വേറെ ഏതൊരു സിനിമ അമലാപ്പളമായിട്ടുള്ള ഒരു സിനിമയുടെ കുറച്ച് കോപ്പിയുടെയൊക്കെ ആ പാട്ടിൽ വന്നിട്ടുണ്ട്. എന്നാൽ അതൊക്കെ നെഗോഷ്യബിളാണ്. എന്നാലും എന്തിരുന്നാലും ഒരു 100-ൽ 90-98 മാർക്ക് കൊടുക്കാൻ പറ്റുന്ന സിനിമയാണ് ഹൃദയം.